ശർക്കര വരട്ടി നമുക്കെല്ലാം ഇഷ്ടമുള്ള ഒരു സ്നാക്കാണല്ലേ. പക്ഷെ നമുക്ക് വീട്ടിൽ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പലപ്പോഴും പേടിയാണ്. എന്നാൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ടത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞാൻ 5 ഏത്തക്ക എടുത്തിട്ടുണ്ട്. നല്ല വിളഞ്ഞിട്ടുള്ള ഏത്തക്ക എടുക്കുക കേട്ടോ. ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് കളഞ്ഞെടുത്തുകൊണ്ട് വരാം. ഇവിടെ ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ശകലം ഉപ്പിട്ട വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ തൊലി കളഞ്ഞെന്ന് പറഞ്ഞാലും ഇതിൻ്റെ പുറത്ത് കുറച്ച് തൊലികൾ കാണും. ഒരു സ്പൂൺ വെച്ചോ പിച്ചാത്തി വെച്ചോ ഇതങ്ങ് ചിക്കി കൊടുത്താൽ മതിയേ. ഇതെല്ലാം തൊലിയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. നടുക്കോടൊന്ന് കീറി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വീതിയിൽ 1 ഇഞ്ച് വലിപ്പത്തിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു വലിപ്പത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കട്ട് ചെയ്ത് ഉപ്പുവെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 3-4 വെള്ളം ഇത് കഴുകുക. എന്നിട്ട് വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പയിലോട്ട് ഇത് ഊറ്റി വെക്കുക. ഇത് വെള്ളമെല്ലാം പോയി കഴിഞ്ഞ് നമ്മൾ എണ്ണയെ വറുത്തെടുക്കത്തുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. നിങ്ങൾക്കൊരു കോട്ടൺ തുണി വെച്ചോ ടിഷ്യൂ വെച്ചോ വെള്ളമെല്ലാം ഒപ്പിയെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചെയ്തെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി തിക്കി കൊളിച്ചങ്ങ് ഇടരുത്. കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഫുൾ കൂട്ടി വെക്കണം. എന്നിട്ട് നല്ലതായിട്ട് എണ്ണ ചൂടായെന്ന് കാണുമ്പോൾ തീ ഫുൾ കുറച്ച് വെച്ച് സമയം എടുത്ത് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല കിളിയിൽ ആ ഉപ്പേരിയുടെ സൗണ്ട് കേൾക്കത്തില്ലേ, ആ സൗണ്ട് വരുന്നവരെ നിങ്ങളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. കോരി എടുക്കുന്ന സമയമാകുമ്പോൾ ഒന്നും കൂടെ തീ കൂട്ടിയിടുക. എന്നിട്ട് ഇതിനെ കോരിയെടുക്കാം കേട്ടോ. ഉപ്പേരി നല്ല ക്രിസ്പിയായിട്ട് കിട്ടിയാൽ മാത്രമേ ശർക്കര വരട്ടി നല്ല ക്രിസ്പിയായിട്ട് കിട്ടത്തുള്ളൂ. അതല്ലെങ്കിൽ പഞ്ഞി പോലെ അതങ്ങ് തണുത്ത് പോകും കേട്ടോ. ഉപ്പേരിയുടെ സൗണ്ട് കേട്ട് നല്ല ക്രിസ്പിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ആ സമയം നമുക്കൊരു പൊടി റെഡിയാക്കി എടുക്കാം. ഒരു പാത്രത്തിലോട്ട് 1.5 ടീസ്പൂൺ ചുക്കുപൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച നല്ല ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്തങ്ങ് മാറ്റി വെക്കാം. ഇവിടെ കട്ടിയുള്ള ഒരു ചീഞ്ചട്ടി ഉരുളി എടുക്കുക. ഇതിലോട്ട് 1 കപ്പ് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ ഉരുക്കിയെടുക്കുക. ശർക്കരപ്പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ അത് അരിച്ചെടുക്കുന്നില്ല. നിങ്ങൾ ശർക്കര എടുക്കുന്നുണ്ടെങ്കിൽ അരിച്ചിതിലോട്ട് ഒഴിച്ച് കൊടുക്കണേ. ഇത് നല്ലതായിട്ട് ഉരുക്കി വന്നു കഴിയുമ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് ഒരു നൂൽപ്പരുവായി കിട്ടണം. ഇവിടെ ഒരു നൂൽപ്പരുവായിട്ടുണ്ട്. ഒരു നൂൽപ്പരുവായോ എന്നറിയാനായിട്ട് കുറച്ച് വെള്ളത്തിലോട്ട് ഇതൊന്ന് ഇറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു നൂൽപ്പരുവായി എന്നാണ് അർത്ഥം. തീ ഫുൾ കുറച്ച് വെക്കുക. തണുത്ത് വന്നിരിക്കുന്ന ഏത്തയ്ക്ക ഉപ്പേരി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏത്തയ്ക്ക ഉപ്പേരിയുടെ എല്ലാ ഭാഗത്തോട്ടും ശർക്കര ആവത്തക്ക രീതിയിൽ നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് കൊണ്ട് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് പൊടികൾ എല്ലാത്തോടും മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് 1.5 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്തരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അനുസരിച്ച് ഈ ശർക്കര വരട്ടിയുടെ കളറായി വരും. എല്ലായിടത്തും ഈ അരിപ്പൊടി പിടിക്കണം കേട്ടോ. നല്ല തണുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ഇട്ട് വെക്കാവൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ശർക്കര വരട്ടിയാണിത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഓണത്തിന് വീട്ടിലുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.